ഇടവും വലവും രണ്ട് മേയർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദീപ്തി കോൺഗ്രസിനുള്ളിൽ ആളിക്കത്തിച്ച തീ അണച്ചു. മേയർ സ്ഥാനാർത്ഥിയായിട്ട് കാണിച്ച ദീപ്തിയെ മേയറാക്കാതിരിക്കുകയും രണ്ട് ടീം വ്യവസ്ഥയിൽ മിനിമോൾക്കും ഷൈനി മാത്യുവിനും പാർട്ടി മേയർ സ്ഥാനം നൽകുകയും ചെയ്തു. അതോടെ തന്റെ അതൃപ്തിയുമായിട്ട് നേരിട്ട് ദീപ്തി എത്തിയിരുന്നു. ക്രിസ്തുമസിന് മുൻപ് ഇടഞ്ഞ ദീപ്തിയെ ഉണ്ണിയേശു പിറന്ന പിറ്റേ രാത്രി കൊണ്ട് മാറ്റിമറിച്ചത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. വാർത്തകളിൽ മുഴുവൻ അതൃപ്തി പരസ്യമായിട്ട് അറിയിച്ച ദീപ്തിക്ക് ശേഷം പിന്നീട് കണ്ടത് രണ്ട് മേയർമാരെയും ഇടവും വലവും നിർത്തിയുള്ള ദീപ്തിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിരുന്നു. അതിന് കുറിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഹൃദയ അഭിവാദ്യങ്ങളെന്ന്. ഇടഞ്ഞ ഒരാളെ മയക്കണമെങ്കിൽ അയാൾക്ക് മുന്നിൽ പാർട്ടി വലിയ സാധ്യതകൾ തുറന്നിട്ടുണ്ടാവണം. അവർക്ക് കൊച്ചി മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി അധ്യക്ഷ പദവി അല്ലെങ്കിൽ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ വിജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ദീപ്തിയെ പരിഗണിക്കുന്ന കാര്യത്തിൽ നേതൃത്വം ഉറപ്പു നൽകും എന്നാണ് വിവരം. കൊച്ചി നഗരത്തിന്റെ വികസന പദ്ധതികളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആസൂത്രണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനമാണ് ദീപ്തിക്ക് മുന്നിലേക്ക് വെക്കുന്നത്. മേയർ പദവിക്ക് തുല്യമായ പരിഗണന നൽകുവാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൊച്ചി കോർപ്പറേഷന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസിനെ പിടിച്ചുലച്ച മേയർ വിവാദത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരിട്ട് ഇടപെട്ടിരുന്നു. തന്നെ താഴ്ന്നതിൽ കടുത്ത അതൃപ്തിയുമായി പരസ്യമായി രംഗത്തെത്തിയ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ സണ്ണി ജോസഫ് നേരിട്ട് വിളിച്ച് സംസാരിച്ചു. കൊച്ചി ഗ്രൂപ്പ് പോര് പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുമെന്ന തിരിച്ചറിവിലാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായത്. ദീപ്തി മേരി വർഗീസിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച സണ്ണി ജോസഫ് അവർ ഉന്നയിച്ച പരാതികൾ ഗൗരവത്തോടെ കാണുന്നുവെന്നും ഉറപ്പു നൽകി. KPCC ഭാരവാഹികൾക്ക് മുൻഗണന നൽകണമെന്ന സർക്കുലർ ലംഘിക്കപ്പെട്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുക കൂടി ചെയ്യുമെന്നും ഉറപ്പു നൽകി. സണ്ണി ജോസഫിന്റെ ഇടപെടലോടെ ദീപ്തി തന്റെ പരസ്യ നിലപാട് കടുപ്പിക്കില്ല എന്ന് സൂചന വന്നു. VK മിനിമോൾ കൊച്ചി മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കവേ പാർട്ടിക്കുള്ളിലെ ഈ അനുനയ നീക്കം ഭരണത്തിന് ആശ്വാസം നൽകും. മാത്രമല്ല, ഇത് മുതലാക്കാനിരുന്ന ഇടതിനും BJPക്കും ഇരുട്ടടിയാവുകയും ചെയ്തു. നമുക്ക് സണ്ണി ജോസഫിന്റെ ആ പ്രതികരണങ്ങൾ കൂടി കാണാം. മുഖ്യമന്ത്രി അദ്ദേഹത്തെ തോളത്ത് ഇട്ട് നിൽക്കുന്ന ഫോട്ടോയും വന്നല്ലോ. ആരുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ കൊള്ള നടന്നതെന്ന് ഹൈക്കോടതി നിയോഗിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മുടന്യായങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. മറ്റൊരു വിഷയം, കൊച്ചിയിലെ മേയറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ എന്താണ് ഒരു പരിഹാരം ഉണ്ടാവും? കോൺഗ്രസിന്റെ 4 സ്ഥലങ്ങളിലാണ് മേയർമാരുള്ളത് ഉണ്ടാകുന്നത്. അതിൽ കൊല്ലത്ത് മാത്രമാണ് മേയറെ മുൻകൂട്ടി നിശ്ചയിച്ചത്. ഹഫീസിൻ്റെ പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഹഫീസ് മേയറാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊല്ലത്ത് ഇലക്ഷൻ മത്സരിച്ചത്. തിരുവനന്തപുരത്ത് ശബരിനാഥിൻ്റെ പേരും പ്രഖ്യാപിച്ചിരുന്നു. ശബരിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല. ബാക്കി 3 സ്ഥലങ്ങളിൽ മേയർമാരെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിച്ചു. എല്ലാ സ്ഥലത്തും 1-ലേറെ പേരുകൾ വന്നിട്ടുണ്ട്. കൊച്ചിയിലും 1-ലേറെ പേരുകളുണ്ടായിരുന്നു. ഒരു പേരിലേക്ക് അവസാനം എത്തി. ആ പേര് എല്ലാവരും അംഗീകരിക്കും. ആ പേരിൽ പിന്നെ ദീപ്തി മേരി വർഗീസിനൊരു അസംതൃപ്തി വരുന്ന വിധത്തിലേക്കൊക്കെ ദീപ്തി മേരി നമുക്കറിയാം, ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. വീഴ്ചയൊന്നും പറയാനായിട്ടില്ല. വീഴ്ചയൊന്നും അവര് പറയുന്നത് KPCC ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാരവാഹികൾക്ക് പരിഗണന നൽകണം, അതുപോലെ തന്നെ അംഗങ്ങളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകണം. ഇതെല്ലാം കൂടി പരിശോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതിലെന്താണ് ദീപ്തിക്കെതിരായി വന്നത്? ദീപ്തി എനിക്കൊരു ഒരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. ഈ കാര്യങ്ങൾ ദീപ്തിയെ ബോധ്യപ്പെടുത്തില്ല. മാത്രമല്ല, അവിടെ കോർ കമ്മിറ്റി ചേർന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ അതൊക്കെ പരിശോധിക്കാം. പരിശോധിക്കുന്നതിന് എന്താ കുഴപ്പമെന്താ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. അതാ ഞാൻ പറഞ്ഞേ, 5 സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ ആളുകളെ അവിടുന്ന് അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാണ്. ഇപ്പോഴാണ് തൃശ്ശൂരിലത്
ഡോക്ടർ നിജി ജസ്റ്റിൻ ഇന്നാണ് തീരുമാനിച്ചത്.